മാംസം നീക്കം ചെയ്ത എല്ലുകൾ മാത്രമാണ് അവശേഷിച്ചത്. 2023 ഓഗസ്റ്റ് 28. ബംഗ്ലാദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ പഠനത്തിനും കുടുംബത്തിനും താങ്ങായിരുന്ന 20 വയസ്സുകാരൻ ഷിബ്ലി സാദിഖ് ഖുർദോയ് ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ അടുത്തുള്ള കോഴി ഫാമിലെ പാർട്ട് ടൈം മാനേജർ ജോലിക്ക് പോയി. അന്ന് അവനൊരു തിരിച്ചുപോക്കുണ്ടായില്ല. രാത്രി ഏറെ വൈകിട്ട് മകനെ കാണാതായതോടെ അമ്മ വിളിച്ചു. ഫോണെടുത്ത ഉടമ പറഞ്ഞു, ഷിബ്ലി നേരത്തെ പോയി. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടും ഷിബ്ലി വന്നില്ല. അല്പസമയത്തിനകം അമ്മയുടെ ഫോണിലേക്ക് ഷിബ്ലിയുടെ കോൾ വന്നു. വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, എന്നെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണ്. അമ്മേ, എന്നെ രക്ഷിക്കൂ. ആ വാക്കുകൾ അവസാനിക്കുന്നതിന് മുൻപ് കോൾ കട്ടായി. പേടിച്ചരണ്ട മാതാപിതാക്കളെ തേടി പിന്നീട് വന്നത് ഭീഷണി കോളായിരുന്നു. 11 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഷിബ്ലി ജീവനോടെ വീട്ടിലെത്തില്ല. പാവപ്പെട്ട കുടുംബം തകർന്നുപോയി. എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കാനായി അവർ 3 ദിവസത്തോളം കഠിനമായി പരിശ്രമിച്ചു. അവരുടെ വേദന കണ്ടറിഞ്ഞതോടെ തുക 2 ലക്ഷം രൂപയായി കുറച്ചു. സെപ്റ്റംബർ 4 അച്ഛൻ പണവുമായി നിശ്ചയിച്ച സ്ഥലത്തെത്തി. മുഖംമൂടി ധരിച്ച 2 പേർ പണം വാങ്ങി. വീട്ടിലെത്തുമ്പോഴേക്കും ഷിബ്ലിയും എത്തും എന്ന് ഉറപ്പ് നൽകി. എന്നാൽ വാക്കു പാലിക്കപ്പെട്ടില്ല. 3 ദിവസം കൂടി കാത്തിരുന്ന ശേഷം വേറെ വഴിയില്ലാതെ അവർ പോലീസിൽ പരാതി നൽകി. സെപ്റ്റംബർ 11 പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. സത്യം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഷിബ്ലിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പ്രതികൾ. കോഴിത്തീറ്റ മോഷണം ഷിബ്ലി കണ്ടെത്തിയതും ഫാം ഉടമയെ അറിയിച്ചതുമാണ് ഈ പകയുടെ തുടക്കം. ഷിബ്ലിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ആദ്യം പദ്ധതിയിട്ടു. എന്നാൽ കൂട്ടത്തിലെ മുഖ്യപ്രതിയായ ഉമംഗ് സിംഗ് മർമ എതിർത്തു. വിട്ടയച്ചാൽ പോലീസ് പിടികൂടുമെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് പണം കിട്ടിയാലും ഷിബ്ലിയെ കൊന്നുകളയാൻ തീരുമാനിച്ചു. കൈകാലുകൾ പിടിച്ചുവെച്ച് അവർ ഷിബ്ലിയുടെ കഴുത്തറുത്തു. മൃതദേഹം തിരിച്ചറിയാതിരിക്കാൻ കഷണങ്ങളാക്കി മലമ്പ്രദേശങ്ങളിലും കാടുകളിലും വലിച്ചെറിഞ്ഞു. പോലീസ് നടത്തിയ തിരച്ചിലിൽ മാംസം നീക്കം ചെയ്ത എല്ലുകൾ മാത്രമാണ് അവശേഷിച്ചത്. മാംസം അതിലൊരാൾ കുക്ക് ചെയ്ത് കഴിച്ചു എന്നാണ് പറഞ്ഞത്. പ്രതികളെ പിടികൂടിയ വാർത്ത പുറത്തു വന്നതോടെ നാട്ടുകാർ രോഷം പൂണ്ടു. തെളിവെടുപ്പിനായി മുഖ്യപ്രതിയായ ഉമംഗ് സിംഗ് മർമയെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് ജീപ്പ് ജനക്കൂട്ടം വളഞ്ഞു. രോഷാകുലരായ ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് പോലീസുകാർക്ക് രക്ഷപ്പെടേണ്ടി വന്നു. എന്നാൽ ആ ആക്രമണത്തിൽ ഉമംഗ് സിംഗ് മർമ കൊല്ലപ്പെട്ടു. എന്തെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.